ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മളിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രം എയർപോർട്ടിലാണ്. അപ്പോൾ നമ്മൾ ഹൈദരാബാദിലേക്ക് ഒരു ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ 8:15 ഫ്ലൈറ്റ് വരുന്നത്. ഇപ്പം സമയം ഏകദേശം 7:10 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞ് ഇവിടെ ബോർഡിംഗ് ഗേറ്റിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ ബോർഡിംഗ് ഗേറ്റിലൊക്കെ ഒത്തിരി തിരക്കുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ സൈഡിലോട്ട് മാറി ബാക്കിയുള്ള വിശേഷങ്ങൾ വരുന്ന വഴി നമുക്ക് കാണാം. സോ നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോൾ പുതിയ വീഡിയോസ് ഇട്ടാലും അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. സോ ഇതാ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇത് ടെർമിനൽ 1 ഡൊമസ്റ്റിക് ടെർമിനലാണ്. ഒരു പ്ലെസൻറ്റ് ഡേ തന്നെ ആയിരുന്നു. മഴക്കോളൊന്നുമില്ല, അങ്ങനെ ക്ലൈമറ്റൊക്കെ വളരെ നല്ലതായിരുന്നു. സോ നമുക്ക് അകത്തേക്ക് കയറാനായിട്ട് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റും ആധാറും ഒക്കെ ആയിട്ട് എൻട്രൻസിൻ്റെ അവിടെ പോവുകയാണ്. സോ അവിടുത്തെ ചെക്കിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞ് അകത്തേക്ക് കയറിയപ്പോൾ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈമിങ്ങും സെക്യൂരിറ്റി ചെക്കിനൊക്കെ ഏതൊക്കെ കൗണ്ടറിലാണ് നടക്കുന്നതെന്നൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ ബഗേജ് ക്ലിയറൻസിനായിട്ട് പോയി. ഒരു പെട്ടിയേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി ഹാൻഡ് ബാഗ് ഒക്കെ ആയിരുന്നു. സോ അവിടുത്തെ കാര്യമൊക്കെ പെട്ടെന്ന് കഴിഞ്ഞതിന് ശേഷം അവർ ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്തു. സെക്യൂരിറ്റി ചെക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം നമ്മൾ. സോ അതും വേഗം കഴിഞ്ഞു. അതിനുശേഷം ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ദേ കാണുന്ന മലബാർ എക്സ്പ്രസ്സിൽ നിന്നൊരു ചായ മേടിച്ചു. 180 രൂപയായിരുന്നു ആ ചായക്ക്. നമ്മുടെ ഗേറ്റിൻ്റെ അടുത്തൊക്കെ ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ട് കുറച്ച് മാറിയാണ് ഇരുന്നത്. പിന്നെ ചായയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഗുണമില്ലാത്തൊരു ചായയായിരുന്നു. 180 രൂപയ്ക്കൊന്നും ഇല്ല. പിന്നെ എയർപോർട്ടായതുകൊണ്ട് അവർ ഇത്രയും ചാർജ് ചെയ്യുന്നേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. ചായ കുടിയൊക്കെ കഴിഞ്ഞിരുന്നപ്പോഴാണ് ബോർഡിങ്ങിൻ്റെ ടൈമായി എന്ന് അനൗൺസ്മെൻറ്റ് വന്നിരുന്നത്. സോ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ്. ഫ്ലൈറ്റിലോട്ട് എൻ്റർ ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് ഒരു ചെക്കിംഗ് കൂടെ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ബാഗിൽ എന്തെങ്കിലും ഷാർപ്പ് ഒബ്ജക്ട്സോ അതോ വല്ല പെപ്പർ സ്പ്രേ പോലത്തുള്ള സാധനങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് അറിയില്ല, കാരണം ഓൾറെഡി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞാണ് നമ്മൾ ഗേറ്റിൻ്റെ അവിടെ വന്നിരുന്നത്. സോ നമ്മൾ ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് ഹൈദരാബാദിലേക്ക് പോകുന്നത്. പണ്ട് മുതലേ തന്നെ വിൻഡോ സീറ്റ് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ്. മിഡിൽ സീറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് പുറത്തേക്കുള്ള ഒരു വ്യൂ നഷ്ടപ്പെടും എന്നുള്ളൊരു സങ്കടം. പക്ഷേ എന്തായാലും വിൻഡോ സീറ്റ് തന്നെ കിട്ടി, ഹാപ്പിയായി. സോ ഫ്ലൈറ്റ് ഓൺ ടൈം തന്നെ ആയിരുന്നു. ഇവിടുന്ന് ഏകദേശം ഒരു 1 hour 40 minutes ഡ്യൂറേഷൻ ഉണ്ട് ഹൈദരാബാദിലേക്ക്. സോ ഒരു 9:40 ഒക്കെ ആയപ്പോൾ തന്നെ ഹൈദരാബാദിലേക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഫ്ലൈറ്റിനകത്ത് നമ്മുടെ ബഗേജൊക്കെ ഏത് കൗണ്ടറിൽ വരുമെന്ന് തന്നെ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അത് കളക്ട് ചെയ്യാൻ വേണ്ടി പോകണം. സോ ബഗേജൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം എയർപോർട്ടിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് തീരുമാനിച്ചു. കാരണം പുറത്ത് പോയി കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഈ പെട്ടിയും തൂക്കി പിടിച്ചോട്ട് പോയിട്ട് വരും, അത് ഭയങ്കര പാടായിരിക്കും. ഇവിടെ ലിമിറ്റഡ് ആയിട്ടുള്ള ഈറ്റ് ഔട്ട്സ് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്ന അറൈവൽ സോൺ ആയതുകൊണ്ടായിരിക്കാം കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ ഉടുപ്പി ഉപഹാറിൽ കയറി 2 സാൻഡ്വിച്ചും 2 സമോസയും 2 ചായയും പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ ഫുഡ് ഐറ്റംസ് ഇത് എത്തിയിട്ടുണ്ട്, സാൻഡ്വിച്ചും സമോസയും. ഞാൻ ഫസ്റ്റ് സാൻഡ്വിച്ചാണ് ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. അത് ഒരു ഓക്കെ സാൻഡ്വിച്ച് ആയിരുന്നു. സമോസ ആണെങ്കിലും ശരി, അങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത് ചായയെക്കുറിച്ചാണ്. ഇത്രയും ഗതികെട്ടൊരു ചായ എൻ്റെ ജീവിതത്തിൽ ഞാൻ കുടിച്ചിട്ടില്ല. അമ്മാതിരി വെറുപ്പിക്കൽ ടേസ്റ്റ് ആയിരുന്നു. നല്ല രീതിയിൽ പുകച്ചിലും തോന്നി. ഒരു സിപ്പ് എടുത്തപ്പോൾ ഞാൻ അതേപോലെ തന്നെ തിരിച്ചു വെച്ചു. ഇപ്പം തോന്നിപ്പോവാ മലബാർ എക്സ്പ്രസ്സിൽ നിന്ന് മേടിച്ച ചായ എന്ത് നല്ല ചായ ആയിരുന്നെന്ന്.
ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഓല ബുക്ക് ചെയ്തത്. സോ അതിൻ്റെയൊക്കെ പിക്കപ്പ് സോൺ താഴെയായിരുന്നു. താഴെ ഇറങ്ങിയപ്പോഴാണ് എയറോപ്ലാസ കണ്ടത്. മുകളിലുള്ളതിനെക്കാട്ടിയും ഫുഡ് ഓപ്ഷൻസും അവിടെ അവൈലബിൾ ആയിരുന്നു കൂടുതലായിട്ട്. പിന്നെ ബുക്ക് ചെയ്ത ഓലയിൽ കയറി നമ്മൾ റൂമിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബഞ്ചാര ഹിൽസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് താമസിക്കാൻ പോകുന്നത്. അവിടെ ഒരു എയർബിഎൻബി റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 40 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് അവിടേക്ക്. നമ്മൾ ഹോട്ടൽസിനൊക്കെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ എയർബിഎൻബി ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ കുറച്ച് അഫോർഡബിൾ ആണ്. പിന്നെ ഫുഡ് ഓപ്ഷൻസ് മാത്രം അവൈലബിൾ ആയിരിക്കില്ല, അത് നമ്മൾ വെളിയിൽ നിന്ന് തന്നെ വാങ്ങേണ്ടി വരും. ഫ്ലൈറ്റിൽ ഇരുന്ന് നോക്കിയപ്പോൾ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു പുറത്തോട്ട്, ക്ലൗഡ്സ് ഒക്കെ ആയിട്ട് ഒത്തിരി. പക്ഷെ താഴെ ഇറങ്ങിയപ്പോൾ ഒരു നല്ല സണ്ണി ഡേ തന്നെ ആയിരുന്നു. നമ്മൾ ഔട്ടർ റിംഗ് റോഡ് വഴിയാണ് സിറ്റിയിലേക്ക് കണക്ട് ചെയ്യുന്ന റോഡിലേക്ക് കയറാൻ പോകുന്നത്. തിരക്ക് കുറവായിരുന്നു ഏകദേശം. ഇതാണ് PV നരസിംഹറാവു എക്സ്പ്രസ് ഹൈവേ. അതായത് നമ്മുടെ ഹൈദരാബാദ് എയർപോർട്ടും മേദിപ്പട്ടണം എന്ന് പറഞ്ഞൊരു സ്ഥലവും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു 11.6 കിലോമീറ്ററിൻ്റെ ഒരു ലോങ്ങസ്റ്റ് സ്ട്രെച്ചാണിത്. അപ്പോൾ ഹൈവേ കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ബിൽഡിംഗ് കണ്ടു. ഒരു മീനിൻ്റെ ഷേപ്പുള്ളൊരു ബിൽഡിംഗ്. എനിക്ക് തോന്നുന്നു ഹൈദരാബാദിൻ്റെ ഫിഷറീസ് ഡെവലപ്മെൻറ്റിൻ്റെ എന്തെങ്കിലും ബിൽഡിംഗ് ആയിരിക്കാനാണ് സാധ്യത. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. സോ ഇനിയുള്ള വീഡിയോയിൽ കൂടി ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.